ശരിക്കും ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വേണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് സെക്സ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു രോഗമാണോ? ശരിക്കും അതൊരു മാനസിക രോഗമല്ലേ? തൻ്റെ ഭാര്യേനെ താൻ കൊണ്ടുപോയി ഞാനും എൻ്റെ ഭർത്താവും കപ്പിളായിട്ട് താൻ തൻ്റെ ഭാര്യേനെ കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവിനും കൊടുത്ത് എന്നെ എൻ്റെ ഭർത്താവ് തനിക്കും തരുന്നത്, അതിനെ പിന്നെ എന്താ പറയണ്ടേ? അതിലെന്ത് സുഖമുള്ള? അല്ലാതെ ഇപ്പൊ ഒരു ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് തോന്നുന്നു പേരൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, അല്ലാതെ ചില ആളുകളുണ്ട് ഇത്ര പെണ്ണുങ്ങളുടെ കൂടെ ചെലവഴിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞ ഭയങ്കര എന്താ അഭിമാനമായിട്ട് കാണുന്ന കുറെ ആളുകളുണ്ട് ഇല്ലേ? ഞാൻ പറയുന്ന അവർക്കൊക്കെ മൈൻഡ് ഔട്ട് ആയിരിക്കും. എന്താ, ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരി, അതിലെന്ത് ക്വാളിഫിക്കേഷനാ ഉള്ളത്? താനൊരു 10 പെണ്ണുങ്ങളോടെ ചെയ്തെന്ന് പറഞ്ഞു. ആ 10 പെണ്ണുങ്ങളിൽ അല്ല, അത് ഭയങ്കര കഴിവായിട്ട് കാണുന്നതല്ലേ ഇവര്? അത് തെറ്റാണ്. ഞാൻ അയാൾ ഇങ്ങനെ പറഞ്ഞ 10 പെണ്ണുങ്ങളും 10 രീതിയാടാ. എല്ലാം അവരുടെ വജൈന സെപ്പറേറ്റ് വ്യത്യസ്തമാണ്, അല്ലെ അവരുടെ ബ്രസ്റ്റ് വ്യത്യസ്തമാണ്. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ പറഞ്ഞ ഒരാൾ പ്രതിഫലിപ്പിക്കുവാണെങ്കിൽ ഓക്കെ, അല്ല ഞാൻ 10 പെണ്ണുങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ കഴിവാന്ന് പറയുന്നത്, ആ കഴിവിനെ ഞാൻ ഒരിക്കലും പറഞ്ഞത്. ഞാൻ പെർഫ്യൂം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. അതിനകത്ത് ആ ഒരു സ്ത്രീയെ കൊന്നിട്ട് ആ ഒരു സ്മെല്ല് ആസ്വദിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ അതായത് പലർക്കും പല രീതിയിലായിരുന്നല്ലോ സാറ്റിസ്ഫൈ ചെയ്യുക, ഇപ്പൊ നേരത്തെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലാവുമ്പോ അത് തെറ്റാണോ? അതൊക്കെ സൈക്കോയുടെ വിഭാഗത്തിൽ വരത്തില്ലേ? ഒരു നോർമൽ എന്നുള്ള രീതിയിൽ തന്നെയാണോ നമ്മൾ ഒരു നോർമൽ പേഴ്സൺ? ഇപ്പൊ ഞാൻ വിചാരിക്കുക, ഇപ്പൊ ഞാൻ വന്നിട്ട് പറയുക എനിക്ക് തൻ്റെ പിന്നെ കഷ്ടം മണപ്പിച്ചിട്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ്, ഞാൻ സ്വയംഭോഗം ചെയ്തു. അത് ഒരു കണക്ക് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് വരിക എന്ന് പറഞ്ഞാൽ നോർമലി ഒരു പേഴ്സൺ അങ്ങനെ ചിന്ത വരത്തില്ല. വരുമോ? നമ്മുടെ ഈ ഒരു ജീവിതശൈലി അല്ലെങ്കിൽ നമ്മുടെ ഇത് കൊണ്ടൊരു മാറ്റം വന്നിട്ടുണ്ടാവില്ലേ? ശരിക്കും പറഞ്ഞ മാറ്റം ഉണ്ടാവണമല്ലോ, അതല്ലേ നമ്മൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ മാറ്റം ഉണ്ടാവണം, ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ ഒരുപാട് സെക്സോളജിസ്റ്റുകൾ സംസാരിക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി അവർ സംസാരിക്കണം. ആൾക്കാർ എങ്ങനെ ഈ പഴയ യുഗത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു യുഗത്തിലേക്ക് എങ്ങനെ വന്നെന്നുള്ളത് ആൾക്കാരത് ചിന്തിക്കുകയും അത് എങ്ങനെയാണ് ഇങ്ങനെ ആയെന്നുള്ളത് അവർ നോക്കി കാണേണ്ട കാര്യമാണ്. ഇപ്പൊ മൃഗങ്ങളൊക്കെ മനുഷ്യരെക്കാട്ടിലും ഡീസൻ്റാ, സത്യം. ആന സെക്സ് ചെയ്യുന്നത് കാണാറുണ്ടോ? കാണുക ചെയ്യാറില്ല. ഈവൻ പുലിയാണെങ്കിൽ പോലും, കടുവ സിംഹമാണെങ്കിൽ പോലും മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ചെയ്യാറുണ്ടോ? അവർക്കൊക്കെ ഒരു ഒളിമറയുണ്ട്, മനുഷ്യർക്കാണ് അതൊന്നും ഇല്ലാത്തത്. അതെങ്ങനെയാണ് പഴയ യുഗത്തിൽ നിന്ന് ഈ ഇപ്പോഴത്തെ എന്തോന്ന് +90 അല്ല എന്തോ പറയുമല്ലോ ഇപ്പോഴത്തെ കാലത്തിന്, ഈ യുഗത്തിലെ പിള്ളേരൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല.